5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. വീണ്ടും വേനാട് ഉരുൾപൊട്ടുമോ എന്നൊരു ഭീതിയിലാണ്. ചൂരൽമല, മുണ്ടകൈ പ്രദേശങ്ങളാകെ, പുഞ്ചിരിമട്ടം എല്ലാം ഉരുൾപൊട്ടി. കഴിഞ്ഞ വർഷം 2024 ജൂലൈ 30 ഉരുൾപൊട്ടി വലിയ വാർത്തയായിട്ടുണ്ട്. എന്താണ് ഈ ഉരുൾപൊട്ടലുമായി ഉള്ള ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ എന്നാൽ എന്തെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഉരുൾപൊട്ടലുണ്ട്, ലാൻഡ് സ്ലൈഡ്, പിന്നെ ലാൻഡ് സ്ലിപ്പുണ്ട്, മണ്ണിടിച്ചിലുണ്ട്, മണ്ണൊലിപ്പുണ്ട്. ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. മണ്ണൊലിപ്പെന്ന് പറഞ്ഞാൽ സാധാരണയായി മേൽമണ്ണ് ഒലിച്ചു പോകുന്നതിനാണ്. നമുക്കൊരു 3 മീറ്റർ ആഴത്തിലാണ് ഇവിടെ മണ്ണുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട മേൽമണ്ണ് ഓരോ വർഷവും എല്ലായ്പ്പോഴും മഴയത്ത് ഒലിച്ചു പോകുന്ന രീതി, അത് നമ്മൾ മണ്ണൊലിപ്പെന്ന് പറയും. തീരദേശത്തുള്ളതിനെ കോസ്റ്റൽ ഇറോഷൻ, തീരദേശ മണ്ണെടുപ്പെന്നോ മണലെടുപ്പെന്നോ ഒക്കെ പറയും. തീരദേശത്തുള്ള ഇറോഷൻ എന്ന് പറയും. കരയിലുള്ളതിനെ നമ്മൾ മണ്ണൊലിപ്പ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ ലാൻഡ് സ്ലിപ്പ്, അതായത് കുന്നുകളും മലകളും മഴയുടെ താഴ്വരയിലൊക്കെ ഉള്ള ചെറിയ കുന്നുകളൊക്കെ ടപ്പോനെ മൊത്തത്തിൽ അലുവയൊക്കെ കട്ടിയതുപോലെ പെട്ടെന്ന് ഇരിക്കും. അതിനകത്തും വെള്ളം ഇറങ്ങിയിട്ട് മലയുടെ മുകളിൽ നിന്ന് വരുന്ന മഴവെള്ളം അകത്തിറങ്ങിയ ശേഷം കട്ട് ചെയ്ത് മാറ്റിയതുപോലെ മാറുന്ന ഒരു സംവിധാനമുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഹോളുണ്ടായി അതിനകത്ത് വെള്ളം ഇറങ്ങി പൈപ്പ് ഇട്ടിരിക്കുന്ന പോലെ നീളത്തിൽ, മറ്റ് സൈഡിലൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ സോയിൽ പൈപ്പിംഗ് എന്നൊരു പ്രോസസ്സ്, അങ്ങനെ പേര് പറയുന്നത്. ഇതിനകത്തുകൂടി ഒരു പൈപ്പ് ഇട്ടിരിക്കുന്ന പോലെ, നമ്മൾ വാട്ടർ അതോറിറ്റിയുടെയൊക്കെ പൈപ്പ് ഇട്ടിരിക്കുന്ന പോലെ അതിനകത്തുകൂടി വെള്ളം കംപ്ലീറ്റ് പോയി ആ പോകുന്ന സ്ഥലത്തുള്ള മണ്ണ് വല്ല എടുത്തുകൊണ്ട് പോയി സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു മണ്ണിനകത്തൂടെ പോകുന്നൊരു തുരങ്കം ഒക്കെ ഉണ്ടാകുന്ന ഒരു സംവിധാനമുണ്ട്. പിന്നെയാണ് ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ലാൻഡ് സ്ലൈഡ്, അതായത് നമ്മുടെ മലനാടൻ എല്ലാ സ്ഥലത്തും ഉണ്ടാകാം, പക്ഷേ മലനാടൻ പ്രദേശങ്ങളിലാണ് കൂടുതൽ. ചരിവാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. സ്ലോപ്പാണ് പ്രധാനപ്പെട്ട ഘടകം. സ്ലോപ്പ് കൂടിയ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരു 15 ഡിഗ്രിക്ക് കൂടുതൽ സ്ലോപ്പുള്ള സ്ഥലങ്ങളിൽ നല്ല മഴ പെയ്യുകയാണെങ്കിൽ, സോയിലിൻ്റെ സ്റ്റെബിലിറ്റി കുറവാണെങ്കിൽ, അതിൻ്റെ കട്ടിയും അതുപോലെ തന്നെ അതിൻ്റെ ഉറപ്പും, ആ മണ്ണിൻ്റെ ഉറപ്പും കുറവാണെങ്കിൽ, പാറയുടെ അംശം കൂടുതലുണ്ട്, പാറയുടെ പുറത്താണ് മണ്ണൊക്കെ ഇരിക്കുന്നതെങ്കിൽ, അവിടുത്തെ ഭൂവിനിയോഗം വളരെ മോശമാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ആഴത്തിൽ റൂട്ട് പോയിരിക്കുന്ന ചെടികളും മരങ്ങളൊന്നും ഇല്ലാത്ത പ്രദേശമൊക്കെ ആണെങ്കിൽ, കൃത്യമായി തുടർച്ചയായി മഴ പെയ്താൽ ആ ലാൻഡ് എടുത്തുകൊണ്ട് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന മണ്ണെടുത്തുകൊണ്ട്, ഒരുപാട് മണ്ണും പാറയും എല്ലാം എടുത്തുകൊണ്ട് പറയുന്നതിന് പേരാണ് നമ്മൾ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. ഇതിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന് ഭൗതികമായ ഘടകങ്ങൾ. ഞാൻ പറഞ്ഞു, ഒരു പ്രദേശത്തിൻ്റെ ലാൻഡ് ഫോം അല്ലെങ്കിൽ ഭൂപ്രകൃതി, ടോപ്പോഗ്രഫി അല്ലെങ്കിൽ അത് കിടക്കുന്ന രീതി, അത് കഴിഞ്ഞാൽ അവിടുത്തെ സ്ലോപ്പ് അല്ലെങ്കിൽ ചരിവ്, അതുപോലെ തന്നെ അവിടുത്തെ സോയിലിൻ്റെ പെർമബിലിറ്റി, വെള്ളം അകത്തിറങ്ങാനുള്ള കഴിവ്, അതുപോലെ തന്നെ ഇൻഫിൽട്രേഷൻ റേറ്റ്, ഒരു മഴ പെയ്താൽ എത്ര വെള്ളമാണ് ഭൂമിയിലേക്ക് പോകുന്നത് എന്നുള്ള റേറ്റ്, അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ, ആ പ്രദേശത്തിൻ്റെ ഗ്രൗണ്ട് വാട്ടർ, അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ ഭൂമിക്കടിയിൽ കിടക്കുന്ന അക്വിഫർ എന്ന് പറയുന്ന നീരട്ടി എന്നോ അല്ലെങ്കിൽ ജലസ്തരം എന്നൊക്കെ പറയുന്ന പേരിൽ അറിയപ്പെടുന്ന പിന്നെ എന്താ പറയുക, ഭൂമിക്കടിയിലുള്ള ഭൂജല വിധാനത്തിൻ്റെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ നിരപ്പ് അല്ലെങ്കിൽ അതിൻ്റെ തരം അല്ലെങ്കിൽ ആ ഭാഗം, ഇപ്പം നമ്മുടെ മേശയുടെ മുകൾ ഭാഗം എന്നൊക്കെ പറയും പോലെ വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരേ നിരപ്പിൽ കിടക്കുന്ന ജലശ്രേണി എന്നൊക്കെ നമുക്ക് പറയാം. ജലത്തിൻ്റെ ഒരേ നിരപ്പിലുള്ള അവസ്ഥ അല്ലെങ്കിൽ ആ സ്ഥലം, വിവിധ വാട്ടർ ടേബിളിൻ്റെ അളവെന്നൊക്കെ പറയുമ്പോൾ ഭൂമിക്കടിയിൽ, ഭൂഗർഭത്തിൽ, മണ്ണിനുകൾക്കടിയിൽ പാറകളുമായിട്ടൊക്കെ ബന്ധിപ്പിച്ച് എത്ര ലെവലിലാണ്, ഏത് ലെവലിലാണ് വെള്ളം കിടക്കുന്നത് നോക്കിയിട്ടാണ് നമ്മൾ വാട്ടർ ടേബിൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി അക്വിഫർ എന്നൊക്കെ പറയും. അക്വിഫർ എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലെ, ഭൂഗർഭത്തിനടിയിലുള്ള നീര് കിടക്കുന്ന, അട്ടിയട്ടിയായി കിടക്കുന്ന അല്ലെങ്കിൽ അട്ടിയട്ടിയായി സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അത് ഒഴുക്കുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ഉപരിതല നീരൊഴുക്കുമുണ്ട്. ഭൂഗർഭത്തിൻ്റെ അടിയിലേക്ക് ഇറങ്ങിയാൽ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും തിരശ്ചീനമായിട്ടും ലംബമായിട്ടും വെള്ളത്തിന് ഒഴുക്കുണ്ട്. താഴേക്കും പോകും, സൈഡിൽ കൂടെ പോകും. പക്ഷെ എന്നാൽ പോലും മാസീവായി ജലം വരുമ്പോൾ ഒരു ലെയർ ഫോം ചെയ്യും. അതിനെ നമ്മൾ നീരട്ടി എന്ന് പറയും. അപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന മലകളിൽ നീരട്ടികളുടെ വാട്ടർ അക്വിഫയറിൻ്റെ സ്വാധീനം എന്താണ്? അതുപോലെ തന്നെ അത് താഴെ ഭാഗങ്ങളിലെ മലനിരകളുടെ താഴെ ഭാഗങ്ങൾ നിലനിൽക്കുന്നത് ചരിഞ്ഞ മലയാണെങ്കിൽ, ഇപ്പം ഇതൊരു ചരിഞ്ഞ മലയാണെന്ന് നോക്കിയാൽ ഈ ഭാഗം നിലനിൽക്കുന്നത് ഈ ഭാഗത്തെയും കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും. അല്ലെ, ഇതിൻ്റെ ബലം കൂടി കൊണ്ടായിരിക്കും ഇതിങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ബലം കൂടി കൊണ്ടായിരിക്കും ഈ ഭാഗം നിൽക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ബലം കൂടി കൊണ്ടാണ് മോൾ ഭാഗം നിൽക്കുന്നത്. ഇതൊരു തുടർച്ചയാണ്. ഉയർന്ന പ്രദേശം, ചരിവ്, താഴ്വര, ഇതൊരു ഒറ്റ തുടർച്ചയാണ്, ഒരു സ്ട്രെച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ നീർത്തടം, വാട്ടർ ഷെഡ് എന്നൊക്കെ പറയുന്ന ഒരു ഒറ്റ സ്ട്രെച്ചാണ്. റിവർ ബേസിൻ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് അതാണ്. ഒരു ഉയർന്ന പ്രദേശം കാണും, അവിടെ നിന്ന് നദികൾ ഉത്ഭവിക്കും, അത് താഴ്ന്ന മലനാടിലൂടെ അല്ലെങ്കിൽ ഇടനാട് പ്രദേശത്തൂടെ ഒഴുകും, പിന്നെ തീരപ്രദേശത്ത് എത്തും. അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശം, തീരമല്ല
താഴ്വര പ്രദേശത്തെത്തും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതെല്ലാം ഡിസ്റ്റർബ് ചെയ്താൽ, പല രൂപത്തിൽ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായി അവിടുത്തെ നീരട്ടിക്ക് വാട്ടർ അക്വിഫറിന് പ്രശ്നമുണ്ടാകും. അതുപോലെ തന്നെ അവിടെ ഏകവിളകളായി ചെയ്തുകൊണ്ട് ബഹുവിളകൾ മാറ്റി ഏകവിളകൾ ചെയ്താൽ പ്രശ്നമുണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് രണ്ടായി തിരിക്കാം. ഞാൻ വിശദമായി പറയുന്നില്ല, രണ്ടായി തിരിക്കാം. ഒന്ന്, ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഉരുൾപൊട്ടാം. കാരണം ഭൂമിയുടെ ചരിവ്, ഭൂമിയുടെ കിടപ്പ്, അതുപോലെ തന്നെ അവിടെ പാറയുടെ ഘടന, ഡെപ്ത് ടു ബെഡ് റോക്ക്, എത്ര ആഴത്തിലേക്കാണ് തപ്തശിലയിലേക്കുള്ള ആഴം എന്നൊക്കെ പറയും. ഭൂമിക്കടിയിലേക്കുള്ള പാറയുടെ ആഴം, മുകളിലേക്ക് നിൽക്കുന്നതിൻ്റെ കണക്ക്, അവിടുത്തെ ഭൂവിനിയോഗം, സ്വാഭാവികമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള പിന്നെ നീരൊഴുക്ക്, മഴ, വരുന്ന മഴയാണ് വളരെ പ്രധാനം, കാറ്റ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഭൗതിക ഘടകങ്ങൾ നമുക്ക് പറയാം. അതുപോലെ പ്രധാനമാണ് മാനുഷികമായ ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ്. പ്രത്യേകിച്ച് മലകൾ കട്ട് ചെയ്ത് മാറ്റുക, റബ്ബർ പോലുള്ള കൃഷിക്കെടുക്കുന്ന തടമെടുക്കുക, അതുപോലെ പ്ലാറ്റ്ഫോം വെട്ടുക, അതുപോലെ തന്നെ വേനൽക്കാലത്തേക്ക് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി മലകളിൽ വലിയ കുളങ്ങൾ നിർമ്മിക്കുക, അതിനകത്തുകൂടി യാതൊരു കോണ്ടൂറൊന്നും നോക്കാതെ അല്ലെങ്കിൽ സമോച്ച രേഖകൾ, തുല്യമായ സ്ഥലങ്ങളൊന്നും ചരിവൊന്നും പരിഗണിക്കാതെ റോഡുകൾ പണിയുക, പാറമടകൾ ഉണ്ടാവുക, പാറമടകളിലേക്ക് റോഡുകൾ പണിയുക, പാറമട ഉപേക്ഷിച്ചാലും ആ റോഡും അതുപോലെ തന്നെ കിടക്കുക. ഇങ്ങനെ ലാൻഡിനെ തടസ്സപ്പെടുത്തുന്ന, ലാൻഡിനെ സ്റ്റെബിലിറ്റി കുറയ്ക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നമ്മൾ ചെയ്യും. നമ്മൾ ബഹുവിളകൾ ഉണ്ടായിരുന്ന പൊക്കമുള്ള മരം, അത് കഴിഞ്ഞ് പൊക്കം കുറഞ്ഞ മരം, അത് കഴിഞ്ഞ് ചെടികൾ, അത് കഴിഞ്ഞ് ഷ്രബുകൾ, പിന്നെ പുൽച്ചെടി, ഇങ്ങനെ 4-5 ലെയറുണ്ട് കാട്ടിനൊക്കെ, വനത്തിനൊക്കെ. അതിലേറ്റവും ശക്തി കൂടിയ മഴവെള്ളം ഏറ്റവും മുകളിലത്തിൽ വീണ് ശക്തി കുറഞ്ഞ് മഴത്തുള്ളിൽ അടുത്തൽ വീണ് ശക്തി കുറഞ്ഞ് പുല്ലിലേക്ക് വീഴുമ്പോൾ, അവിടെ തന്നെ പുൽമേടിൽ വീഴുമ്പോൾ വളരെ ശക്തി കുറഞ്ഞിട്ടാണ് ഇവിടെ താഴേക്ക് പോകുന്നത്. പുൽമേടുള്ളത് കൊണ്ട് നീരൊഴുക്കിൻ്റെ ശക്തി കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഈ പ്രോസസ്സ് എല്ലാം മാറിപ്പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മലനാടൻ പ്രദേശങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു 100, 150, 200 വർഷത്തെ കയ്യേറ്റത്തിൻ്റെയും ഭൂവിനിയോഗത്തെ മാറ്റി തീർക്കലിൻ്റെയും ഒക്കെ ഫലമായി വലിയ തോതിലാണ് ഇൻ്റർവെൻഷൻസ് നടന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭൂമിയിൽ നടന്നിട്ടുള്ള അത് ടീ എസ്റ്റേറ്റുകളായാലും കോഫിയുടെ എസ്റ്റേറ്റുകളായാലും അതുപോലെ തന്നെ നമ്മുടെ കാടമ, പിന്നെ ഏലമായാലും ഏതായാലും വലിയ തോതിൽ നമ്മുടെ ഭൂമിയെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ഇടപെടൽ കൂടി കൊണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉരുൾപൊട്ടലിനെ ട്രിഗർ ചെയ്യുന്നത് എന്ന് പറയാം, ട്രിഗറിങ് ഫാക്ടേഴ്സ്. അപ്പോൾ ഒരു ഒറിജിനൽ ഫാക്ടർ ഉണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ട്രിഗർ ചെയ്യുന്ന, അതിനെ വലുതാക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ പല ഘടകങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ആൾ മഴ തന്നെയാണ്. പക്ഷേ മഴ വന്നതുകൊണ്ട് എല്ലായിടത്തും ഒരേ തോതിൽ ഉരുൾപൊട്ടണമെന്നില്ല. അങ്ങനെ ഉരുൾപൊട്ടണമെങ്കിൽ അതിനെ സപ്പോർട്ടിംഗ് ഫാക്ടറായി നിൽക്കുന്ന, മഴയെ പിടിച്ചു വെക്കാൻ കഴിയാത്ത രീതിയിലുള്ള സപ്പോർട്ടിംഗ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള, ഞാൻ ഈ പറഞ്ഞ മണ്ണ്, ഭൂമിയുടെ തരം, മറ്റു കാര്യങ്ങളെല്ലാം വരും. അതിനെ ട്രിഗർ ചെയ്യിക്കുന്നത് അവിടുത്തെ മനുഷ്യന്റെ ഇടപെടൽ കൂടിയാണ്. അവിടെ എത്ര കെട്ടിടം വെച്ചിരിക്കുന്നു, ഏത് ടൈപ്പ് കെട്ടിടമാണ് വെച്ചിരിക്കുന്നത്, എത്ര കൃഷി ചെയ്തിരിക്കുന്നു, മണ്ണുളക്കമുള്ള കൃഷിയാണോ, ചരിവിന് കുറുകയാണോ കൃഷി ചെയ്തിരിക്കുന്നത്, നെടുകയാണോ കൃഷി ചെയ്ത്, ഇങ്ങനെ നിരവധി ഘടകങ്ങൾ മനുഷ്യന്റെ ഇടപെടൽ കൂടി കൊണ്ടാണ് ഉരുൾപൊട്ടലിന്റെ ആഘാതം കൂട്ടുന്നതും മറ്റും വരുന്നത്. അപ്പോൾ ഉരുൾപൊട്ടലിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനുഷ്യർ ആദ്യം പഠിക്കേണ്ടത് ഒരു ഭൂസാക്ഷരതയാണ്. ഏത് ഭൂമിയിലാണ് നമ്മൾ താമസിക്കുന്നത്, നമ്മളുടെ ഇടപെടൽ. രണ്ടാമത് അവിടുത്തെ റെയിൻ ലിറ്ററസിയാണ്, ഒരു മഴ സാക്ഷരതയാണ്. അവിടെ എത്ര മഴ വരുന്നു, അതിൻ്റെ സംവിധാനങ്ങൾ എങ്ങനെയാണ്. പിന്നെ അവിടെ ഒരു പരിസ്ഥിതി സാക്ഷരത, അവിടുത്തെ ഒരു പരിസ്ഥിതി എങ്ങനെയാണ്, ആ പ്രദേശത്തിൻ്റെ, ഞാനീ പറഞ്ഞ ഭൂവിനിയോഗം, മണ്ണ്, വെള്ളം, വായു, ഇതെല്ലാം ചേർന്നൊരു പരിസ്ഥിതി എങ്ങനെയാണ്, കാലാവസ്ഥ എങ്ങനെയാണ്, ഇതെല്ലാം കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലുകൾ നടത്തിയാൽ, നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റിയാൽ, മഴക്കാലത്തൊക്കെ അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റിയാൽ, പല രാജ്യങ്ങളും അങ്ങനെയുണ്ട്, സീസണൽ അനുസരിച്ചാണ് പല സ്ഥലത്തും ആളുകൾ താമസിക്കുന്നത്. അപ്പോൾ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് തിരിച്ച് ചിന്തിക്കാം. കേരളത്തിൽ ഏകദേശം ഒരു 15% പ്രദേശം, 14.4 ഒരു 15% പ്രദേശങ്ങൾ, 5607 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതായിട്ട് പറയുന്നു. നെടുമങ്ങാട്, കാഞ്ഞിരപ്പള്ളി, മീനച്ചൽ, തൊടുപുഴ, ഉടുമ്പൻചോല തുടങ്ങിയ നിരവധി താലൂക്കുകളെ ഇതുമായി ബന്ധപ്പെടുത്തി ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന പ്രദേശമായി പറയുന്നു. 1984 വയനാട് ജില്ലയിൽ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാക്കി. 2024 ജൂലൈയിൽ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ എല്ലാം കൂടി കണക്കാക്കി കഴിഞ്ഞാൽ സംസ്ഥാനത്ത് നിരവധി ആളുകൾ, നിരവധി ഉരുൾപൊട്ടൽ, 1961 മുതൽ 2016 വരെ 85ഓളം ഉരുൾപൊട്ടലുണ്ടായി. 300ഓളം പഴയ ആളുകൾ മരിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ സീസണിൽ മരിച്ചതിലുണ്ട്. പുത്തുമലയിൽ സംഭവിച്ചു. പിന്നെ അതുപോലെ നമ്മുടെ ഇവിടെ പുഞ്ചരിമട്ടത്ത് സംഭവിച്ചു. ഇങ്ങനെ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് വയനാട്ടിലും ഇടുക്കിയിലും പാലക്കാടും മലയോര ജില്ലകളിൽ സംഭവിച്ചു. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് വെള്ളറട എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു ഉരുൾപൊട്ടലുണ്ടായി. അങ്ങനെ കേരളത്തിൻ്റെ മലനാട് പ്രദേശങ്ങളിൽ ധാരാളമായി
ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. മേപ്പാടിയിൽ തന്നെ, വയനാട് മേപ്പാടിയിൽ തന്നെ 84 വലിയ ഉരുൾപൊട്ടലുണ്ടായി. ആ മേപ്പാടിയിലാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടൽ ഉണ്ടായത്. അങ്ങനെ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭൂപ്രദേശത്ത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ താലൂക്കുകൾക്ക് പുറമെ ചിറ്റാർ, മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിലെ, ഏറനാട്, നിലമ്പൂർ മലപ്പുറം ജില്ലയിലെ, കണ്ണൂരിലെ തളിപ്പറമ്പ്, അങ്ങനെ ഒരു 10ഓളം താലൂക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു 10-100 പഞ്ചായത്തുകളിലധികം വരും. ഇത്രയും സ്ഥലങ്ങൾ വളരെ വൾണറബിൾ ആയിട്ടുള്ള 15 ഡിഗ്രിക്കൊക്കെ മുകളിലുള്ള ഒരു കാരണവശാലും മനുഷ്യവാസം പോലും അനുവദിക്കാൻ കഴിയാത്ത, യാതൊരു കൃഷിയും ഇടപെടലും നടത്താൻ കഴിയാത്ത, അങ്ങനെ ഇടപെടുകയാണെങ്കിൽ വളരെ ശാസ്ത്രീയമായി മാത്രം ഇടപെടേണ്ടുന്ന മേഖലകളാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് മുൻകരുതലുകൾ എടുത്തും ഭൂമിയെക്കുറിച്ച് പഠിച്ചും മഴയെ അളന്നും മഴയെ പഠിച്ചും ഒക്കെ നമുക്ക് കൃത്യമായി ഈ ഉരുൾപൊട്ടലുള്ള പ്രദേശങ്ങളിൽ താമസിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത എടുത്തുകൊണ്ട് പ്രവർത്തിക്കാം. ഞാനിത് കേരളത്തിൽ ഇപ്പോൾ ഇന്നും ഉരുൾപൊട്ടലിൻ്റെ ചില സാധ്യതകൾ കാണുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രേക്ഷകർക്കൊരു ഇതിനെ സംബന്ധിച്ചൊരു ആധികാരികമായ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് ചില ശാസ്ത്രീയ വിവരങ്ങൾ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.